നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോകഹിതം മമ കരണീയം എന്നാണ് സേവാഭാരതിയുടെ ആപ്തവാക്യം. നമ്മുടെ കടമ എന്നാൽ ഈ ലോകഹിതത്തിനായി പ്രവർത്തിക്കുക എന്നാണ് സേവാഭാരതി മുന്നോട്ട് വെക്കുന്നത്. ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും പ്രകൃതി താണ്ഡവമാടിയ വേളകളിലും അന്നദാനമായും ആശുപത്രികളിൽ ആംബുലൻസ് സർവീസുകളാണ് സേവാഭാരതി തുടങ്ങിവെച്ചത്. ഇത് മറ്റുള്ളവർ പിന്തുടരുന്ന കാഴ്ചയാണ് കേരളത്തിലടക്കം അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിച്ചത്. സേവാഭാരതി മലയാള നാട്ടിൽ തുടക്കമിട്ട വലിയ പദ്ധതികളുടെ തുടർച്ചയായി മറ്റൊരു മഹത്തായ പദ്ധതിക്കും തുടക്കമിടുകയാണ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത അശരണർക്ക് ഭൂമി നൽകുക എന്ന വലിയ ദൗത്യവുമായാണ് ഇത്തവണ സേവാഭാരതി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കയറിക്കിടക്കാൻ ഒരു കൂരയോ ഒരു തുണ്ട് ഭൂമിയോ പോലും ഇല്ലാത്തവർക്ക് സഹായ ഹസ്തമായിരിക്കുകയാണ് സേവാഭാരതിയുടെ ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി. 2017 മുതൽ സേവാഭാരതി തലചായ്ക്കാനൊരിടം എന്ന പദ്ധതിയുടെ ഭാഗമായി ഭൂദാനം നടത്തുന്നുണ്ട്. ആചാര്യ വിനോബ ഭാവെയുടെ മഹത്തായ ആദർശം പിന്തുടർന്നാണ് സേവാഭാരതി ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി ആരംഭിച്ചത്. പദ്ധതി വഴി കോട്ടയം ജില്ലയിലെ 47 കുടുംബങ്ങൾക്ക് സേവാഭാരതി 3 ഏക്കർ ഭൂമി നൽകാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. 20-ന് രാവിലെ 11-ന് കോട്ടയം KPS മേനോൻ ഹാളിൽ ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് 4 മുതൽ 5 സെന്റ് ഭൂമി വരെയാണ് ലഭിക്കുക. പള്ളിക്കത്തോട്, ചെറുവള്ളി, പുതുപ്പള്ളി, കോത്തല, കൂട്ടിക്കൽ, കുറിച്ചി എന്നിവിടങ്ങളിലെ 47 കുടുംബങ്ങളുടെ സ്വന്തമായ ഭൂമി എന്ന സ്വപ്നമാണ് സേവാഭാരതി ഭൂദാനം പദ്ധതിയിലൂടെ നിറവേറ്റുന്നത്. സേവാഭാരതിക്കായി ഭൂമി ദാനം ചെയ്തവരെയും ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കും. എന്നാൽ ഇവിടം കൊണ്ടും കാര്യങ്ങൾ നിൽക്കുന്നില്ല. ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി പ്രകാരം കൂടുതൽ പേർക്ക് സേവാഭാരതി വിതരണം ചെയ്യും. 20-ന് കോട്ടയത്ത് നടക്കുന്ന ഭൂദാനത്തിലെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ദേശീയ സേവാഭാരതി 8 ജില്ലകളിലായി 4 ഏക്കർ ഭൂമി 83 നിർധന കുടുംബങ്ങൾക്ക് കൂടി നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും ഭവനവും യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയാണ് ഭൂദാനം. ഉദാരമതികളുടെ സഹകരണത്തോടെ ദേശീയ സേവാഭാരതി വർഷങ്ങളായി നടത്തുന്ന പദ്ധതി വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് വിപുലമാക്കാനാണ് തീരുമാനം. സേവാഭാരതിയുടെ തലചായ്ക്കാനൊരിടം പദ്ധതിയിലൂടെ 826 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം പൂർത്തിയായിരിക്കുന്നു. കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ദേശീയ സേവാഭാരതിയുടെ മേൽനോട്ടത്തിൽ തലചായ്ക്കാനൊരിടം പദ്ധതിയിലൂടെ 1000 വീടുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി 14 ജില്ലകളിലായി 100 വീടുകൾ നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ഭാരവാഹികൾ അറിയിച്ചു. പത്രസമ്മേളനത്തിൽ ദേശീയ സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ EP കൃഷ്ണൻ നമ്പൂരി, അഡ്വക്കേറ്റ് രശ്മി K മൂർത്തി, G ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. 20-ന് കോട്ടയത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സേവാഭാരതി സംസ്ഥാന രക്ഷാധികാരികളായ റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ്, ഡോക്ടർ ബാലേന്ദ്രൻ, മുതിർന്ന RSS പ്രചാരകനായ S സേതുമാധവൻ, രാമനുണ്ണി, വിഭാഗ് സംഘചാലക് PP പത്മനാഭൻ, സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയ് ഹരി, ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീരാം ശങ്കർ, ഉപാധ്യക്ഷൻ ഡോക്ടർ കൃഷ്ണൻ നമ്പൂരി, ജില്ലയിലെ പ്രധാന വ്യക്തിത്വങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.